സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ കുറ്റപ്പെടുത്തുന്നു. അധികാരത്തിലെത്തിയാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് LDF തെരഞ്ഞെടുപ്പ് കാലത്ത് വാക്ക് നൽകി. കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമത്തിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഒന്നുകൂടി ഉറപ്പിച്ച് വ്യക്തമാക്കിയതുമാണ്. എന്നാൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോലും കഴിയാത്ത സർക്കാരായി ഇപ്പോഴത്തെ സർക്കാർ മാറി എന്നതാണ് സതീശന്റെ പ്രധാന വിമർശനം. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക്. സബ്മിഷൻസ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ഈ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ റൂൾ 15 നോട്ടീസായിട്ട് ഈ സഭയിൽ അവതരിപ്പിച്ചതാണ്. അന്ന് വളരെ വിശദമായി മന്ത്രി 2 പ്രാവശ്യം മറുപടി പറഞ്ഞു. ഞങ്ങൾ ചോദ്യം ചോദിച്ചു, നിങ്ങൾ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ വരുന്നു. മന്ത്രി മൗനം അവലംബിച്ചു ഈ സഭയിൽ. അതിനുശേഷം ഇന്നലെ മാധ്യമ വാർത്തകൾ വരുന്നു, മന്ത്രിസഭാ യോഗം ഇത് തീരുമാനിച്ചു. 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ മന്ത്രി അതിന് വിശദീകരണം നൽകുകയാണ്. സർ, ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം സഭയ്ക്ക് പുറത്തു പറയുന്നത് ഈ സഭയോടുള്ള അവഹേളനമാണ് എന്ന് ഇത് മുൻപൂടെ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. സാർ, ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നൊരു വിഷയം സഭയിൽ പ്രഖ്യാപിക്കണമായിരുന്നു. സാർ, അത് പ്രഖ്യാപിക്കാത്തത് മാത്രമല്ല ഞങ്ങളുടെ വിഷയം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഒരു കാരണവശാലും സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്തുകൊണ്ടാണ്. സാർ, ഇപ്പോൾ 70% എന്നുള്ള സബ്സിഡി 35% മാറ്റുകയാണ്. സബ്സിഡി ഗണ്യമായി കുറയുകയാണ്. ഇപ്പോൾ തന്നെ ഒരു സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റിലും 13 നിത്യോപയോഗ സാധനങ്ങളില്ല. ഇനി ആ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സബ്സിഡി കുറച്ച് വില കൂട്ടി വിൽക്കുന്നൊരു സ്ഥിതിയാണ്. സാർ, ഇത് പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും? സർക്കാരിൻ്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാൻ ഇടയാകുകയും ചെയ്യും. സാർ, രൂക്ഷമായ വില വർധനവ് കൊണ്ടും സർക്കാരിൻ്റെ തുടർച്ചയായ നികുതി പിരിവ് കൊണ്ടും പൊറുതിമുട്ടി ഇവിടെ ആളുകൾ അവരുടെ ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാർ, ഇത്തരം ഒരു തീരുമാനം ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത്, അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എത്ര അപകടകരമായ, സഭയെ അറിയിക്കാതെ എടുത്ത ഈ തീരുമാനം എത്ര അപകടകരമായ ഒരു തീരുമാനമാണ് പൊതുവിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. സാർ, ഇപ്പോൾ തന്നെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി. ഇവിടെ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നു. സാർ, ഈ വില വർധനവ് പലപ്പോഴും ഉണ്ടാകുന്നത് സ്വാഭാവികമായ അത് സ്പീക്കറല്ലേ ആളാണ് നിയന്ത്രിക്കുന്നത്. അല്ല, അന്നാണ് സ്പീക്കർ അല്ല അന്നാണ് സ്പീക്കർ അല്ല അന്നാണ് സ്പീക്കർ അല്ല അന്നാണ് സ്പീക്കർ അല്ല മിണ്ടായിരിക്കാൻ പറയാം. സാർ, ഇത് ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ്. കേരളം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിപണിയിലെ വില വർദ്ധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ.